വീഡിയോ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ കാത്തുക്കുട്ടി പറയും. റെഡോ മഞ്ഞയോ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. മോൻ ഏത് കളറാണ് കൊടുത്തേ? റെഡ്. സ്കെച്ച് മാത്രമല്ല വാട്ടർ പെയിന്റും കൊണ്ടും കൊടുക്കാം. ഇത് നമുക്ക് ഊതിയും ഉണക്കാം, പിന്നെ ഫാനും വെച്ച് ഉണക്കാം. പക്ഷെ കയ്യിലൊക്കെ ആവും, ബ്ലൗസോ എന്തെങ്കിലും ഇട്ടുകൊണ്ട്. പിന്നെ അടുത്തടിക്കുന്നതിനും വരെ ഇങ്ങനെ ചുമ്മാ വെച്ചാലേ ഉണങ്ങും. ഇപ്പം ഞാൻ അടിച്ചുടനെ ഇത് ഉണങ്ങി. എന്നുവെച്ച് വീട്ടിൽ പശ ഇതേ കൂട്ട് പശ ഫെവിക്കോൾ അങ്ങനെ എടുത്തിട്ട് ഇതേ ഇപ്പം ഞാൻ ഏകദേശം ഒരു 2 എണ്ണം ഒട്ടിച്ചു കേട്ടോ. നല്ല ഭംഗിയായിട്ട് തോന്നിയുണ്ടല്ലേ. അമ്മ നെറ്റ്സൊക്കെ കുറേ മേടിച്ചോണ്ട് വന്നു. അപ്പം അതിൻ്റെ അകത്തുള്ള കുറേ ഇതൊക്കെ എടുത്ത് ഞാനിതേ കണ്ടോ, ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കളറൊക്കെ അടിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതേ ഈ ഷേപ്പിൽ നമുക്കൊരു പൂവിൻ്റെ തന്നെ ഈ ഷേപ്പ് കിട്ടും. ഇപ്പം നമ്മൾ ഒട്ടിക്കാത്തൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പം ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പം 6 എണ്ണം വെച്ചാണ് ഞാൻ ഒട്ടിച്ചേ. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്രാഫ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കാത്തുക്കുട്ടി ഉണ്ടാക്കിയതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നീട് അവൾ കുറച്ച് പിസ്താടെ തൊണ്ടുണ്ടായിരുന്നു, അത് വെച്ച് അവൾ വേറെ 2-3 പൂവും ഉണ്ടാക്കി. ഈ നടുക്കുള്ള ആ റോസാപ്പൂവൊക്കെ മാറ്റിയിട്ട് കുറേ മുത്തുകളൊക്കെ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് 3 പൂവായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് 3 കളർ പെയിൻ്റൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന് അതിന് ഇലയും തണ്ടുമൊക്കെ വരച്ചു. എന്നാണെങ്കിലും നല്ലതായിരുന്നു. അവിടെ കുഞ്ഞ് ഒരു ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഞെക്കണം, എങ്കിൽ മാത്രമേ നമ്മളിടുന്ന മറ്റ് വീഡിയോകളും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി നാളെ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.